പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി MP രാജേഷിനെ പൊളിച്ചെടുക്കുകയാണ് സതീശൻ. ഒടുക്കം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആരോഗ്യ മേഖലയിലുണ്ടായ വീഴ്ചകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, ആരോഗ്യരംഗം താറുമാറായി എന്ന് തുടങ്ങി സതീശൻ ഓരോന്നോരോന്നായി എടുത്തിട്ടു. പകർച്ചവ്യാധികളുടെ എണ്ണം പെരുകുന്നുണ്ട്. എലിപ്പനിയാകട്ടെ, ഡെങ്കിപ്പനിയാകട്ടെ, മുണ്ടിനീരാകട്ടെ, പല സ്കൂളുകളും അടച്ചിടേണ്ടി വന്നു. ഇങ്ങനെ എണ്ണി പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാക്കി എഴുതി തള്ളുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് തന്നെയുണ്ട് ഒരു വോള്യത്തിനുള്ളത് എന്നാണ് സതീശൻ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പണ്ട് 947-ൽ 45 ഉണ്ടായിരുന്നുള്ളൂ എന്ന് MP രാജേഷ് പറയുമ്പോൾ അന്ന് ദേശീയ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 31-33 ഉള്ളായിരുന്നു എന്നാണ്. അവിടെ നിന്ന് എന്തോരം വളർന്നു. പക്ഷെ ഇനിയും കൂടുതൽ വളരുകയാണെങ്കിൽ 90 വരെ എത്തിയേനെ എന്നാണ് സതീശൻ പറയുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തിട്ടതിന് ശേഷമാണ് പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വീണ ജോർജ് ഇല്ലാത്ത സഭയിൽ ആരോഗ്യമന്ത്രിക്ക് പകരമായി വന്ന MP രാജേഷിനെ പൊളിച്ചെടുക്കുന്നത്. ശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അടിസ്ഥാനത്തിൽ സഭാ നടപടി നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത ഉത്തരവുകൾ തന്നെ പരിശോധിച്ചാൽ 2-3 വോള്യം ബുക്കുകൾ ഇറക്കേണ്ടി വരും. അത്രമാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്. അതെല്ലാം ഓരോ എഡിഷനുകൾ പരിശോധിച്ചാൽ വ്യാപകമായി പ്രശ്നങ്ങൾ നടക്കുകയാണ്. മന്ത്രി പറഞ്ഞത് വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മിഷണറിമാരുടെ കാലത്തും രാജഭരണകാലത്തും കേരളത്തിൽ പ്രത്യേകമായ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് മന്ത്രി മറുപടി പറഞ്ഞത് 1947-ൽ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി 45 വയസ്സാണ്. ഇപ്പം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അന്ന് നാഷണൽ ആവറേജ് എത്രയെന്നറിയാമോ? ആയുർദൈർഘ്യം 31-32 അന്ന് ആയുർദൈർഘ്യം നാഷണൽ ആവറേജ്. അന്നാണ് കേരളത്തിൽ 1947 മുമ്പ് 45 വയസ്സ് ആയുർദൈർഘ്യം ഉണ്ടായ സംസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഒരു 90 വയസ്സുണ്ടാകണം ആയുർദൈർഘ്യം. അത് കേട്ടാൽ സജി ചെറിയാൻ താർന്നു പോകും. മന്ത്രി 90 വയസ്സാണെന്ന് പറഞ്ഞത് 90 വയസ്സാണ്ടാണ് 90 വയസ്സാകണം. ആ പ്രോഗ്രസ് ആണെങ്കിൽ പിന്നെ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് എന്നാണ്? 1980-കളിലാണ് ഇത് ചർച്ചയായത്. കേരള മോഡൽ അല്ലേ? 1947 മുതൽ 1980 വരെ നിങ്ങൾ എത്ര വർഷം അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്? 57 തൊട്ട് 60 വരെയും 67 തൊട്ട് 70 വരെയും ആകെ 6 വർഷമാണ് നിങ്ങൾ അധികാരത്തിലിരുന്നത്. 47 മുതൽ 80 വരെ. അപ്പോൾ ഈ കേരള മോഡൽ പടുത്തുയർത്തിയതും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയതും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും അതിനെല്ലാം നേതൃത്വം കൊടുത്തതും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും എല്ലാം UDFന്റെ കാലത്താണ് എന്നാരും മറക്കണ്ട. കണക്കൊക്കെ പറഞ്ഞ കണക്ക്. പിന്നെ ഇപ്പൊ കണ്ടില്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി ആശുപത്രിയിൽ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ? തമിഴ്നാട്ടിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നത് എല്ലാം. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കേരളം എത്രയോ വർഷങ്ങളായി ഇന്ത്യയിൽ മുൻപന്തിയിലാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി തടയുന്ന കാര്യത്തിൽ, ശിശു മരണ നിരക്ക് കുറച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ എത്രയോ വർഷങ്ങളായി കേരളം. അതെല്ലാം ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് എന്ന് ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം വർഷങ്ങളായി കേരളത്തിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോവുകയാണ് എന്നുള്ള അപകടകരമായ സ്ഥിതിയാണ് ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് പറഞ്ഞു, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. കേരളം പിന്നാക്കമല്ല, മുന്നിലേക്കാണ് പോയിട്ടുള്ളത് ഈ കാര്യങ്ങളിലെല്ലാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞു 108 ആംബുലൻസ് അന്നത്തെ കാലത്ത് IC യൂണിറ്റിലായിരുന്നു. ഇന്ന് 108 ആംബുലൻസ് IC യൂണിറ്റിലാണ്. ഇന്ന് സമരത്തിലാണ് ജീവനക്കാർ മുഴുവൻ. ഇന്ന് അവർ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പോവാണ്. 108 ആംബുലൻസ്. ഇതെല്ലാം നമ്മൾ പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കെടുത്ത് നോക്കി. കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. വലിയ തോതിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഡിസംബർ 31 വരെയുള്ള കണക്ക് ഏറ്റവും കൂടുതലാണ്. ജലജന്യ ഭക്ഷ്യജന്യ രോഗങ്ങൾ അതിഭയങ്കരമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം. മനസ്സിലായിക്കൊള്ളണം. 28,000 കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ ആണ് കേസല്ല. അപകടകരമായ കഴിഞ്ഞ 2 ദശകങ്ങളിൽ ഏറ്റവും കൂടുതലാണ് രോഗം. എലിപ്പനി 400ഓളം പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചത്. 6000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സാർ, അതിൻ്റെ കാര്യത്തിൽ ഇന്റർവെൻഷനിൽ വലിയ വീഴ്ച സാർ നമ്മൾ വരുത്തി. സാർ, ചെള്ളുപനി ആയിരക്കണക്കിന് കേസാണ് ചെള്ളുപനിയുടെ പുതിയ കേസ് വരുന്നത്. മുണ്ടിനീര് 74,000 പേർ ഇവിടെ പറഞ്ഞു. സാർ, ഈ എല്ലാ പകർച്ചവ്യാധികളും, എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനമായി രോഗങ്ങൾ ഉണ്ടാകുന്നത് ഗ്ലോബൽ കേരളയാണെന്നാണ് മന്ത്രിയുടെ വ്യാഖ്യാനം. പക്ഷേ ഈ പകർച്ചവ്യാധികൾ തടയുന്ന കാര്യത്തിൽ ഗൗരവതരമായ പരാജയം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടപെടലുകളില്ല. അങ്ങ് നോക്ക്, എത്ര ശതമാനമാണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചെലവാക്കിയ പൈസ അനുവദിച്ചേക്കുന്നത്? ചെലവാക്കിയേക്കുന്നത് എത്രയാണെന്ന് അറിയാം? 26%. 26%. പ്രിവെൻഷൻ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചെലവാക്കിയിരിക്കുന്നത് 35%. പണമില്ല, ചെലവാക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ താഴെത്തട്ടിലേക്ക് നമ്മൾ കൊടുക്കുമല്ലോ, വാർഡുകളിലേക്ക് ശുചിത്വ സമിതിക്ക് 10,000 രൂപയും 5,000 രൂപ ലോക്കൽ ബോഡിയും കൊടുത്തോ? സർ, ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ 300 കോടി രൂപയുടെ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് ഈ വർഷം വെട്ടിക്കുറച്ചത്. നിരവധി, ഞാനിവിടെ വായിക്കുന്നില്ല സർ, സമയക്കുറവ് മൂലം വായിക്കുന്നില്ല. നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ആരോഗ്യ വകുപ്പ് കൊടുത്തിരുന്ന പ്ലാനിലുണ്ടായിരുന്ന പ്രോജക്റ്റുകളുടെ 300 കോടി രൂപ നിങ്ങളുടെ പ്രയോറിറ്റി ഇതാണോ? നിങ്ങൾ വെട്ടിക്കുറച്ചു. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലയിലെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടെയും വലിയ തോതിൽ പ്ലാൻ ഫണ്ട് നിങ്ങൾ വെട്ടിക്കുറച്ചു. ഇവിടെ മെഡിക്കൽ കോളേജുകളിലെ കാര്യങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ, കോഴിക്കോട്, ആലപ്പുഴയിലെ, പാലക്കാട്, പരിയാരം, കാസർഗോഡ്, ഇടുക്കി, പരിതാപകരമായ മഞ്ചേരി, പരിതാപകരമായ അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജുകളിലും. തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും കോഴിക്കോടും വളരെ വർഷങ്ങളായി നിൽക്കുന്ന മെഡിക്കൽ കോളേജുകളാണ്, റഫറൽ ആശുപത്രികളാണ്. ആളുകൾ ആശ്രയിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ, സ്പെസിമെൻ എത്ര കെയർലെസ് ആയിട്ടാണ് സാർ അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം തന്നെ തകർന്നിരിക്കുന്നു. ആരോഗ്യ വകുപ്പിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇല്ലാതിരിക്കുന്നു. നിങ്ങൾ DHSന്റെ അവിടെയും DMEയുടെ അവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോടും ഞങ്ങൾ അവരുകൂടി പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ആരോഗ്യ വകുപ്പിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നിയമസഭയുടെ മുൻപാകെ ഈ വിഷയം കൊണ്ടുവരുന്നത്. ഭയങ്കര പ്രശ്നത്തിലേക്ക് പോവുകയാണ്. വെറുതെയല്ല ഡോക്ടർമാർ സമരം ചെയ്തത്. പല ഡോക്ടർമാരും സർക്കാർ സർവീസ് വിട്ടുപോകാൻ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സാർ, എല്ലാ പ്രാവശ്യവും എല്ലാ ഗവൺമെൻറ്റുകളും വന്നപ്പോൾ കുറേ വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. UDFന്റെ കാലത്ത് ഹെൽത്തിൽ മാത്രം 5000-ലധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. 5 കൊല്ലം 5000-ലധികം പോസ്റ്റുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഈ 9 വർഷം കൂടി നിങ്ങൾ അത്രയും ചെയ്തിട്ടില്ലല്ലോ. അത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും ഉണ്ട് ഇത്. ഇപ്പം അതിനേക്കാൾ വലിയ ഡിമാൻഡാണ്. കൂടുതൽ ആശുപത്രികൾ വന്നു. അന്നുണ്ടായിരുന്നത്ര ആശുപത്രികളാണോ ഇപ്പോൾ ഉള്ളത്? അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ടായി. അന്നുണ്ടായിരുന്നത്ര മെഡിക്കൽ കോളേജുകളാണോ ഇപ്പോൾ ഉള്ളത്? എത്ര മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ പുതിയതായിട്ട് വന്നു? എത്ര വലിയ ആശുപത്രികൾ കേരളത്തിലുണ്ടായി? സാർ, ഇത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ മരുന്ന്, സാർ, ഇന്നും പല ആശുപത്രികളിലും മരുന്നില്ല. അങ്ങ് പറഞ്ഞ ഒരു സ്ഥലത്തും മരുന്നില്ല എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ രക്തം ഛർദ്ദിച്ച് ചെന്നു. സാർ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി. അത് മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയല്ല. തുടയ്ക്കാൻ, രക്തം തുടച്ചു മാറ്റാനുള്ള പഞ്ഞി ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഞങ്ങൾക്കറിയാം, എനിക്കറിയാവുന്ന കേസാണ്.
മണ്ഡലം പ്രസിഡന്റായിരുന്ന ഒരാളാണ്. ചെന്നപ്പം തുടയ്ക്കാനുള്ള പഞ്ഞിയില്ല. എന്നിട്ട് പഞ്ഞി കൂടെ വന്ന ആളുകളാണ് പുറത്തു പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ പോലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അന്ന് ആവശ്യത്തിനുള്ള പഞ്ഞി, ഇന്നുണ്ടാന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്തും ഇല്ല, ഇൻസുലിൻ ഇല്ല, പല മെഡിസിൻസും ഇല്ല. പിന്നെ ചില ഡോക്ടർമാർ പറയാണ് ഇവിടെയുള്ള ഈ മരുന്ന് വാങ്ങിക്കണ്ട, ഇത് നിലവാരം കുറഞ്ഞ മരുന്നാണ്, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ഡോക്ടർമാർ പേഷ്യൻസിനോട് പറയാണ് നിലവാരം കുറഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുകയാണ് ആശുപത്രികളിൽ. സാർ, മരുന്ന് ക്ഷാമം ഇപ്പോൾ മാർച്ചിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഓർഡർ കൊടുക്കേണ്ടത് മാർച്ചിലാണ്. ഈ മാർച്ചിൽ ഒന്നും ആയിട്ടില്ല സാർ, ഒന്നും ആയിട്ടില്ല. ഇൻസ്പെക്ഷൻ പോലും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഇൻസ്പെക്ഷൻ പോലും ആയിട്ടില്ല. എനിക്ക് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കൊണ്ട് സംബന്ധിച്ച വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രൊസീജിയറുണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇതുവരെ ഇൻസ്പെക്ഷൻ പോലും നടന്നിട്ടില്ല. മാർച്ചിൽ ഓർഡർ കൊടുക്കേണ്ടത് ജൂണിൽ പോലും ഓർഡർ കൊടുക്കാൻ പറ്റില്ല. പിന്നെ പല കമ്പനികളും ഇതിൽ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. കാരണം കോടികളാണ് അവർക്ക് കിട്ടാനുള്ളത്. പ്രധാനപ്പെട്ട കമ്പനികൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ മറ്റു പല കമ്പനികളും വന്ന് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു. സാർ, 2024-25 മരുന്നിന് കൊടുക്കേണ്ടത് എത്രയാ? 938 കോടി കൊടുക്കണം. അങ്ങ് പറഞ്ഞല്ലോ 938 കോടി. എത്രയാ പൈസ അനുവദിച്ചത്? ആദ്യം 356 കോടി, പിന്നെ 150, ആകെ 506 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 700 കോടി രൂപ പെൻഡിങ്ങിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ 700-800 കോടിയോളം രൂപ പെൻഡിങ്ങിലാണ്. അപ്പം മരുന്ന് വിതരണം കറക്റ്റായിട്ട് നടക്കുന്നില്ല, കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല, അവർക്ക് ഭയങ്കര പേയ്മെൻറ്റ് കുടിശ്ശികയുണ്ട്, വലിയ തോതിലുള്ള കുടിശ്ശികയുണ്ട്. ഈ വർഷം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് മേടിക്കാൻ ആവശ്യമായ തുക 1014 കോടി രൂപയാണ്. എത്രയാണ് വെച്ചിരിക്കുന്നതെന്നറിയാമോ? ബഡ്ജറ്റിൽ 356 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത്. 1/3 ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പ്രയോറിറ്റി അല്ലേ? മരുന്ന് മേടിക്കുന്നത് പ്രയോറിറ്റി അല്ലേ? മരുന്നിൻ്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട 2020-21 മുതൽ ഈ കുടിശ്ശിക നിൽക്കുകയാണ് സാർ. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ മരുന്ന് വിതരണം പൂർണ്ണമായി താളം തെറ്റിയിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട മരുന്നുകളും ആവശ്യമായ മരുന്നുകളും ഇല്ല. ഞങ്ങളുടെ കാലത്താണ് കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ കൊണ്ടുവന്നത്. 50,000 രൂപ ഉണ്ടായിരുന്ന ക്യാൻസർ മരുന്നിന് 5,000 രൂപയാക്കി ആ ഔട്ട്ലെറ്റിലൂടെ വിറ്റു. ആ കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. താലൂക്ക് ആശുപത്രി വരെ കാരുണ്യ മെഡിക്കൽ ഷോപ്പ് വന്നു. എന്തൊരാശ്വാസമായിരുന്നു. ആയിരക്കണക്കിന് മരുന്നുകൾ കാരുണ്യ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി. സാർ, കാരുണ്യ പദ്ധതിയെക്കുറിച്ച് അങ്ങ് അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഏകദേശം 42 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ കാരുണ്യ പദ്ധതിയിലുണ്ട്. സാർ, എത്രയാ കുടിശ്ശിക? 1550 കോടി കുടിശ്ശികയാണ്. ഈ താഴെ തലത്തിലുള്ള ആശുപത്രികൾ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ സാർ, എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് കൊടുത്തത്. ഡയാലിസിസ് മുടങ്ങിപ്പോവും. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് ഡയാലിസിസ്. കാരണം ആശുപത്രിക്ക് കിട്ടാനുള്ളത്, കാരുണ്യ പദ്ധതിയിലൊക്കെ കിട്ടാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. താലൂക്ക് ആശുപത്രിയിലെല്ലാം കിട്ടാൻ നിരവധി ആശുപത്രികളിൽ അവരാ പണം കൊണ്ട് സ്റ്റാഫിൻ്റെ കുറവുണ്ടെങ്കിൽ പുറത്തു നിന്ന് അപ്പോയിൻമെൻറ്റ് നടത്തി എല്ലാം നന്നായി മാനേജ് ചെയ്തിരുന്നതാണ്. ഡയാലിസിസ് സെൻ്ററുകൾ നടത്തിയിരുന്നതാണ്. കോടികളാണ് താലൂക്ക് ആശുപത്രികൾ കൊടുക്കാനുള്ളത്. 1200 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 350 കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് ചേർന്ന് കാസ്പിന്റെ കാർഡ് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പല സ്ഥലത്തും പ്രശ്നമാണ്. കാസ്പിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല. ഏറ്റവും പാവപ്പെട്ടവൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചികിത്സ കിട്ടുന്നില്ല. സാർ, ആളുകൾ സ്വകാര്യ ആശുപത്രിയിൽ പോവും. സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? വലിയ തോതിലുള്ള ചാർജാണ് ഈടാക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ കടക്കണിയിലേക്ക് വീട് പണയപ്പെടുത്തിയിട്ടാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. സാർ, ഇവിടെ ഈ ഹെൽത്ത് പദ്ധതി, ഞാൻ 2 മിനിറ്റ് എടുക്കും. ഈ ഹെൽത്ത് പദ്ധതി ഉണ്ടായിരുന്നു സാർ, അത് മുഴുവൻ തകരാറിലായി. ഈ ഹെൽത്ത് പദ്ധതി മുഴുവൻ പാളിപ്പോയി. സാർ, എനിക്ക് പറയാനുള്ളത്, ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ആരോഗ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് സാർ. കോവിഡിന് ശേഷം, ഞാൻ കോവിഡിലെ കണക്കൊന്നും പറയുന്നില്ല, മന്ത്രി പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. 1ാം സ്ഥാനം 2ലും മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര കേരളത്തിനേക്കാൾ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സ്റ്റേറ്റാണ്. നമ്മൾ ഈ ഒളിച്ചു വെച്ച ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തു വന്നല്ലോ 28,000 പേര് മരിച്ചുപോയവരുടെ പുറത്തു വരാത്ത ലിസ്റ്റ്. 28,000 പേർ കോവിഡിൽ മരിച്ചുപോയവർ. സാർ, കോവിഡിന് ശേഷം
അത് വാക്സിനേഷൻ്റെ ഇഷ്യൂ ആണോ കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ എന്നറിയില്ല. സാർ, നമുക്ക് ജനപ്രതിനിധികൾ നിങ്ങൾ പരിശോധിച്ചു, കേരളത്തിൽ മരണനിരക്ക് ഗൗരവമായി വർദ്ധിക്കുന്നു. നമ്മളെല്ലാം വീക്കെൻഡിലാണ് കോൺസ്റ്റിറ്റ്യുവൻസി പോകുന്ന ആള്, മരിച്ച വീടുകളിലൊക്കെ പോകാൻ. സാർ, ഇപ്പോൾ പോയി തീരാൻ കഴിയുന്നില്ല. ഇരട്ടിയിലധികമായി കേരളത്തിൻ്റെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. സാർ, കാർഡിയാക് കംപ്ലൈൻറ്റ്, നിന്ന നിപ്പിൽ ആളുകൾ മരിച്ചു വീഴുകയാണ്. ഒരു പ്രീ ഇൻസിഡൻറ്റും ഇല്ലാത്ത ആളുകൾ, എന്തെങ്കിലും ഒരു കാർഡിയാക് കംപ്ലൈൻറ്റ് അതിനു മുമ്പ് വരാത്ത ആളുകൾ മരിക്കുകയാണ്. സാർ, സ്ട്രോക്ക് ഗൗരവതരമായി സ്ട്രോക്കിൻ്റെ എണ്ണം കൂടുകയാണ്. സാർ, ലങ് ഡിസീസ് വളരെയധികം വർദ്ധിക്കുകയാണ്. സാർ, ഇൻഫെക്ഷൻസ് വന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുകയാണ്, പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് പോവുകയാണ്. സാർ, ഓക്സിജന്റെ അളവ് കുറയുകയാണ്, സോഡിയം അളവ് കുറയുകയാണ്. കേരളത്തിൽ ഗുരുതരമായ തരത്തിൽ കേരളത്തിൻ്റെ മരണനിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഇത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ശാസ്ത്രീയമായ അടിത്തറയില്ല പറയുന്നതിനെന്ന് പറഞ്ഞു. സാർ, സർക്കാരിൻ്റെ കയ്യിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. സാർ, സർക്കാരിൻ്റെ കയ്യിൽ ഈ മരണനിരക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മരണനിരക്കിൻ്റെ ഡാറ്റ എല്ലാ വാർഡുകളിലും ആശാവർക്കർമാരുണ്ട്. അവർക്ക് ഒരു ജോലിയും കൂടി കൊടുക്കുക. എന്തായാലും കുറേ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ജോലി കൂടി കൊടുക്കുക. കഴിഞ്ഞ വർഷം ഈ മാസം മരിച്ചവർ ഒരു വാർഡിൽ എത്ര പേരാണ്, അല്ലെങ്കിൽ അതിന് തലേ വർഷം മരിച്ചവർ എത്ര പേരാണ്, അല്ലെങ്കിൽ ലോക്കൽ ബോഡികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മരണത്തിൻ്റെ കണക്ക് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടാവും. സാർ, ഈ വർഷങ്ങളിലെ കമ്പയർ ചെയ്ത് നോക്ക്. ഈ 1-2 വർഷമായി ഇത് വർദ്ധിക്കുകയാണ്. ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ട് എന്താണ് ഇതിനുള്ള കാരണം എന്ന് സമഗ്രമായി പഠിക്കണം, ഡാറ്റ എടുക്കണം, ഈ മരണത്തിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്യണം, ആ ഡാറ്റ അനാലിസിസ് നടത്തണം, കോസ് ഓഫ് ഡെത്ത് എന്താണ് എന്ന് പരിശോധിച്ച് പോയില്ലെങ്കിൽ ഉറപ്പായി പറയുന്നു കേരളം അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ വാക്സിൻ്റെ ഇഫക്റ്റ് ആണോ എന്ന് ഗൗരവമായി ഗവൺമെൻറ് അന്വേഷിക്കണം. സാർ, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെയല്ല കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യം, പബ്ലിക് ഹെൽത്ത് അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെൻറ് തിരിച്ചറിയാതെ പണ്ട് ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. സാർ, ഗുരുതരമായ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ,